ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ബെൻസ് എന്ന ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ആപ്പിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ആക്ടിവിറ്റി ബേസ്ഡ് ആപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒരുപാട് വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത എല്ലാ ആക്ടിവിറ്റി ബേസ്ഡ് ആപ്പിൽ നിന്നും നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഒരു പ്രോഫിറ്റബിൾ ആപ്പാണ് ആക്ടിവിറ്റി ബേസ്ഡ് ആപ്പ്. കറക്റ്റായ ടൈമിൽ, കറക്റ്റായ പ്ലാനിൽ, കറക്റ്റായ മെത്തേഡിൽ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രോഫിറ്റ് തന്നെയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഈ ആപ്പ് ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ശരിയായ രീതിയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാം. ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് വീഡിയോ കറക്റ്റായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ആപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരു ട്രേഡിംഗ് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പാസ്വേഡ് ചോദിക്കും. അത് വിഡ്രോൾ ചെയ്യുമ്പോൾ എൻ്റർ ചെയ്യാവുന്ന പാസ്വേഡാണ്. അതുകൊണ്ട് അത് കറക്റ്റായിട്ട് നിങ്ങൾ ഓർമ്മിക്കുന്ന തരത്തിലുള്ള ഒരു പാസ്വേഡാണ് അതിൽ എൻ്റർ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം ആ പാസ്വേഡ് എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ ഓർമ്മയിൽ വയ്ക്കാൻ തരത്തിലുള്ള നിങ്ങളുടെ ഫോൺ നമ്പറോ അങ്ങനെ എന്തെങ്കിലും പാസ്വേഡായിട്ട് യൂസ് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആകുന്നത്. ഇതിൻ്റെ ഹോം പേജാണ്. ഹോം പേജിൽ റീചാർജ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം നിങ്ങളിതിൽ റീചാർജ് ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്ത ഉടനെ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൽ റീചാർജ് ബാലൻസ് 20 രൂപ ഉണ്ടായിരിക്കും. ഈ 20 രൂപ മൈനസ് ചെയ്ത് വേണം പ്ലാനുകൾ പർച്ചേസ് ചെയ്യാനായിട്ട്. ആദ്യത്തെ പ്ലാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത് 350 രൂപയുടെ പ്ലാനാണ്. ഫിക്സഡ് ഫണ്ട്, വെൽഫെയർ ഫണ്ട്, ആക്ടിവിറ്റി ഫണ്ട്, അങ്ങനെ 3 തരത്തിലാണ് പ്ലാനുകളുള്ളത്. ഇതിൽ ഫിക്സഡ് ഫണ്ടിലും വെൽഫെയറിലുമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഫിക്സഡ് ഫണ്ടിൽ 350 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ റീചാർജ് വാലറ്റിലുള്ള 20 രൂപ മൈനസ് ചെയ്ത് 330 രൂപ മാത്രം ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വേണം ഈ പ്ലാൻ ബൈ ചെയ്യാനായിട്ട്. താഴെയുള്ള ഈ പ്ലാനുകളൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഒരുപാട് പ്ലാൻ കൊടുത്തിട്ടുണ്ട്, ഇതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മളാകെ ഇതിൽ ഫിക്സഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് 350 രൂപയുടെ പ്ലാൻ മാത്രമാണ്. ഈ 350 രൂപയിൽ നിന്ന് ഇൻകം നമുക്ക് കിട്ടുകയില്ല. അതായത് ഫിക്സഡ് ഫണ്ടിലെ ഒരു പ്ലാനിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടില്ല. വെൽഫെയർ ഫണ്ട് എന്ന സെക്ഷനിൽ നിന്നാണ് നമ്മൾ ഇതിൽ പ്രോഫിറ്റ് എടുക്കേണ്ടത്. ഇതിൽ താഴെ ഒരാളെ ഇൻവൈറ്റ് ചെയ്താലും കമ്മീഷൻ ബേസിൽ ഒരു എമൗണ്ട് നമുക്ക് കിട്ടും. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ലക്കി വീലുണ്ട്. ഓരോ പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഓരോരുത്തരെ ഇൻവൈറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഓരോ ലക്കി വീൽ കിട്ടും. പിന്നെ ഡെയിലി ചെക്ക് ഇൻ ചെയ്യണം. ഡെയിലി ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ഓരോ 10 രൂപ വെച്ചിട്ട് ആഡ് ആയിക്കൊണ്ടിരിക്കും. ഡെയിലി ചെക്ക് ഇൻ ചെയ്യുമ്പോൾ കിട്ടുന്ന 10 രൂപയും അതേപോലെ ലക്കി വീലിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടും നമുക്ക് റീചാർജ് വാലറ്റിലാണ് ആഡ് ആകുന്നത്. അത് റീചാർജ് ചെയ്യാൻ അടുത്തത് വെൽഫെയർ ഫണ്ടിലേക്ക് റീചാർജ് ചെയ്യാൻ നമുക്ക് യൂസ്ഫുള്ളാകും. ഒരു 5-6 ദിവസം ഡെയിലി ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം വാലറ്റിലൊരു എമൗണ്ട് ആഡ് ആയിട്ടുണ്ടാകും. ആ എമൗണ്ട് മൈനസ് ചെയ്തിട്ട് നമ്മൾ വെൽഫെയർ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. വെൽഫെയർ ഫണ്ടിൽ നമുക്ക് 300 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉള്ളത്. ഇതിൽ 300 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വൺ ഡേയിൽ നമുക്ക് 600 രൂപ കിട്ടുന്നുണ്ട്. ആ 600 രൂപ വിഡ്രോ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിലും താഴെ ഒരു പ്ലാനിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഫിക്സഡ് ഫണ്ടിൽ ഫസ്റ്റ് പ്ലാനാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ വെൽഫെയറിൽ നമുക്ക് ഫസ്റ്റ് പ്ലാൻ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. VIP 1 എന്നതിലാണ് നമ്മൾ 2 ഫിക്സഡിലും വെൽഫെയറിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അടുത്തത് ആക്ടിവിറ്റി ഫണ്ടിലും നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഇതിലെല്ലാത്തിലും 47 ദിവസത്തെ പ്ലാനാണ് ഉള്ളത്. 47 ദിവസം വരയ്ക്കും ഈ ആപ്പ് റൺ ആവില്ല. ഒരു 30 ദിവസം കഴിയുമ്പോഴേക്കും ഇതിലെ വിഡ്രോവൽ എല്ലാം സ്റ്റോപ്പ് ചെയ്യും. ആപ്പ് റണ്ണിലുണ്ടായിരിക്കുമെങ്കിലും വിഡ്രോവൽ എല്ലാം സ്റ്റോപ്പായിട്ടുണ്ടാകും. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഈ കമ്പനിയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പ് ടെലിഗ്രാമിലുണ്ട്, അതിൽ ജോയിൻ ചെയ്തോളൂ. കാരണം ന്യൂ അപ്ഡേറ്റ് എല്ലാം അതിലാണ് കൊടുക്കുന്നത്. ഏതെങ്കിലും പ്ലാൻ വന്നാലോ അല്ലെങ്കിൽ ലിങ്ക് അപ്ഡേറ്റ് ചെയ്താലോ ഗ്രൂപ്പിലാണ് ഇൻഫോം ചെയ്യുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ കൺഫേം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ. ഇങ്ങനെയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ താഴെ ജോയിൻ ചെയ്യുന്നവർക്കും കൂടെ ഗൈഡ് ചെയ്യണം. കറക്റ്റായിട്ട് ഈ മെത്തേഡിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്ന് കൺഫേം പ്രോഫിറ്റ് കിട്ടും. പിന്നെ എൻ്റെ താഴെ ഇതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് എൻ്റെ സൈഡ് ബോണസായിട്ട് ഒരു 80 രൂപ അയച്ചു തരുന്നുണ്ട്. ഈ വീഡിയോയ്ക്ക് താഴെ ഒരു ലിങ്ക് ഉണ്ട്. ഇതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം. അതിൽ കയറി രജിസ്റ്റർ ചെയ്തതിന് ശേഷം റീചാർജ് ചെയ്തതിന് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഫോൺ നമ്പറുണ്ട്. എന്നെ കോൺടാക്റ്റ് ചെയ്ത്
ID പേജും പർച്ചേസ് പേജും അതേപോലെ GPay നമ്പറും അയച്ചു തന്നാൽ ഞാൻ എൻ്റെ സൈഡ് ബോണസായ 80 രൂപ നിങ്ങൾക്ക് അയക്കുന്നതാണ്. ഇതിൽ ആ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ID പേജ് കാണാം. ഈ പേജാണ് നിങ്ങൾ അയച്ചു തരേണ്ടത്. അതേപോലെ മൈ ഓർഡറിൽ നിങ്ങളുടെ പർച്ചേസ് ചെയ്ത പ്ലാൻ ഉണ്ടാകും, അതും എനിക്ക് അയച്ചു തരണം. ഇനി ഇതിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഒരു റിവാർഡ്സ് എല്ലാം കിട്ടുന്നുണ്ട്, എക്സ്ട്രാ റിവാർഡ്സ്. അതെല്ലാം നോക്കാം. ഒരാളതിനെ 2 പേരെ ഇൻവൈറ്റ് ചെയ്യുവാണെങ്കിൽ 100 രൂപ കിട്ടുന്നുണ്ട്. അതേപോലെ 40 പേരെ നമ്മൾ താഴെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ 2000 രൂപ. ഇത് എക്സ്ട്രാ റിവാർഡാണ്. നമ്മളുടെ കമ്മീഷൻ ഓൾറെഡി നമുക്ക് കിട്ടുന്നുണ്ട് ഒരാളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ. ഇത് എക്സ്ട്രാ റിവാർഡാണ്. അതേപോലെ ഡെയിലി ബേസിൽ നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ 10 രൂപയും 5 പേരെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഒരു ദിവസത്തിൽ 5 പേരെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ 100 രൂപ. ഒരു ദിവസത്തിൽ 10 പേര് നമ്മുടെ താഴെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 250 രൂപ. അങ്ങനെ ഡെയിലി റിവാർഡും നമുക്ക് കിട്ടുന്നുണ്ട്. താഴെ ജോയിൻ ചെയ്തവർ രജിസ്റ്റർ ചെയ്ത് റീചാർജ് ചെയ്യണം. റീചാർജ് ചെയ്യാതെ രജിസ്റ്റർ മാത്രം ചെയ്താൽ ഈ എമൗണ്ട് കിട്ടില്ല. റീചാർജ് ചെയ്താൽ ഒരു തുക ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഇൻകം ബേസിലും അതേപോലെ റിവാർഡ്സ് ബേസിലും നമുക്ക് എമൗണ്ട് കിട്ടുന്നത്. നല്ലൊരു പ്രോഫിറ്റാണ് ഈ ആപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ. യൂസ് ചെയ്തോളൂ. താഴെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഈ ആപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.